ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. Extract of nature. Samiya's Wedding Arcade, SBT Building, Velakudi, Kunnikode. Revati Furniture, Agasthyakode, Anchal. Phone 0475 2273 634. തേക്ക്, ഈട്ടി മുതലായ തടികളിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ മിതമായ വിലയ്ക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ. രേവതി ഫർണിച്ചർ, അഗസ്ത്യക്കോട്, അഞ്ചൽ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്, ഗുരുക്ഷേത്രത്തിന് സമീപം, അഗസ്ത്യക്കോട്, അഞ്ചൽ. സമരഭൂമിയിലും നൂറുമേനി വിളവ് കൊയ്ത് ആദിവാസി ദളിത് മുന്നേറ്റ സമിതി. ആദ്യം പ്രധാന വാർത്ത. വെള്ളാപ്പള്ളിക്കെതിരെ ആഞ്ഞടിച്ച് ബിജു രമേശ്. സമുദായത്തെ കാർന്നു തിന്നുന്ന വൈറസാണ് വെള്ളാപ്പള്ളി എന്നും ബിജു രമേശ്. പത്തനാപുരം പട്ടണത്തിലെ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു പണിയുന്നു. ആശങ്കയോടെ വ്യാപാരികളും തൊഴിലാളികളും. ചിതറ പഞ്ചായത്ത് കിഴക്കും ഭാഗം മാർക്കറ്റിന് ശാപമോക്ഷമാകുന്നു. മാർക്കറ്റ് നവീകരണ പദ്ധതിക്ക് അംഗീകാരം. വാർത്തകൾ വിശദമായി. ആധുനിക കേരളത്തിന്റെ ശില്പിയായി ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിക്കാമെന്ന് പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ. ശ്രീനാരായണ ധർമ്മവേദി പുനലൂർ യൂണിയൻ പ്രവർത്തക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ ശില്പി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന മഹാനുഭാവനാണ് ശ്രീനാരായണ ഗുരു എന്നത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കേരളത്തിൽ അന്ന് നിലനിന്നിരുന്ന അയിത്തം പോലെയുള്ള അനാചാരങ്ങൾക്കെതിരായി അന്നത്തെ കേരളം അഭിമുഖീകരിച്ചിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അതിനെല്ലാം പ്രതിവിധിയായി കേരളത്തിന്റെ രൂപീകരണം, ഇന്നത്തെ കേരളത്തിന്റെ രൂപീകരണത്തിൽ നിർണായകമായ ഒരു പങ്കാണ് നമ്മൾ അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരു നടത്തിയ പ്രതിഷ്ഠ എന്ന് നമ്മൾ തിരിച്ചറിയണം. കേരളത്തിന്റെ ഒരു ഇരുണ്ട കാലഘട്ടത്തിലൂടെ കേരളം കടന്നു പോകുമ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പാവപ്പെട്ട മണ്ണിൽ പണിയെടുക്കുന്ന സവർണ ജനവിഭാഗത്തിന്റെ ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരുന്ന അവരുടെ സാമൂഹ്യ മേധാവിത്വം അടിച്ചേൽപ്പിക്കാൻ പരിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അയിത്തം പോലെയുള്ള അനാചാരങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്ന ഈ 18ാം നൂറ്റാണ്ടിന്റെയൊക്കെ കാലഘട്ടത്തിൽ അന്ന് നമ്മുടെ കേരളത്തിൽ വന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഏറ്റവും ശക്തമായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഒരു പരിഷ്കൃത സമൂഹമായി നമ്മൾ വളർന്നത്. ബുധനാഴ്ച പുനലൂർ സ്വയംവര ഹാളിൽ നടന്ന ചടങ്ങിൽ ശ്രീനാരായണ ധർമ്മവേദി പുനലൂർ യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് S. പ്രസന്നകുമാർ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ഇടമൺ സുജാതൻ ഗുരുസ്മരണ നടത്തി. സെക്രട്ടറി വിളക്കുവട്ടം ഭദ്രൻ സ്വാഗതം പറഞ്ഞു. നമുക്ക് ജാതിയില്ല വിളംബര സെമിനാറിന്റെ ഉദ്ഘാടനം ധർമ്മവേദി വൈസ് ചെയർമാൻ പ്രൊഫസർ G. മോഹൻദാസ് നിർവഹിച്ചു. ചടങ്ങിൽ മൈക്രോ ഫിനാൻസിന്റെ വിതരണോദ്ഘാടനവും നടന്നു. ഫിനാൻസ് വിതരണം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ പുനലൂർ ബ്രാഞ്ച് മാനേജർ ജെറി സെബാസ്റ്റ്യൻ നിർവഹിച്ചു. ശ്രീനാരായണ ധർമ്മവേദി ജനറൽ സെക്രട്ടറി ഡോക്ടർ ബിജു രമേശ് ചികിത്സാ ധനസഹായങ്ങൾ വിതരണം ചെയ്തു. KK പുഷ്പാങ്കദൻ, സൌത്ത് ഇന്ത്യൻ വിനോദ്, നഗരസഭാ ഉപാധ്യക്ഷ K. പ്രഭ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഭാഷ് ജി നാഥ്, ധർമ്മവേദി വനിതാ സംഘം പ്രസിഡന്റ്
പ്രസിഡന്റ് ശ്യാമള സുഗതൻ, തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലൈലജ, വി സനൽകുമാർ, ഓമന പ്രഭാകരൻ, പത്മ വിജയൻ, സോമരാജൻ കടയ്ക്കൽ, സിജി ആവണീശ്വരം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഈഴവ സമുദായത്തെ കാർന്നു തിന്നുന്ന വൈറസാണ് വെള്ളാപ്പള്ളി നടേശനെന്ന് ശ്രീനാരായണ ധർമ്മവേദി ജനറൽ സെക്രട്ടറി ഡോക്ടർ ബിജു രമേശ്. കുടുംബാധിപത്യമാണ് SNDP യോഗത്തിൽ നടന്നു വരുന്നതെന്നും ബിജു രമേശ് കുറ്റപ്പെടുത്തി. നമ്മുടെ സമുദായത്തെ പല രീതിയിലും പല തരത്തിലും ചൂഷണവും കാർന്നും തിന്നുകൊണ്ടിരുന്ന ഒരു വലിയൊരു വൈറസാണ് വെള്ളാപ്പള്ളി നടേശൻ. അടങ്ങുന്ന കുടുംബം, അച്ഛൻ, അമ്മ, ഭാര്യ, മക്കള്, ഇതാണ് ഇപ്പോഴത്തെ SNDP യോഗം. നമ്മൾ സമ്മേളനങ്ങളൊക്കെ കാണാം. ഉദ്ഘാടനം ഭദ്രജീവൻ തെളിയിക്കൽ പ്രീതി നടേശൻ, ഉദ്ഘാടനം ചെയ്യുന്നത് വെള്ളാപ്പള്ളി നടേശൻ, അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി. വേറെ ആരും SNDP ഇല്ലേന്ന് നമുക്ക് സംശയം തോന്നുന്നു. പല വേദികളും അങ്ങനെയാണ്. SNDP യോഗം നടത്തിവരുന്ന മൈക്രോ ഫിനാൻസ് വിതരണത്തിൽ വ്യാപകമായ ക്രമക്കേട് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നതായും ബിജു രമേശ് കുറ്റപ്പെടുത്തി. മൈക്രോ ഫൈനാൻസ് പിന്നോക്ക വികസന കോർപ്പറേഷൻ 3% SNDP യോഗത്തിൽ നൽകുന്നത്. അതിന്റെ നോഡൽ ഏജൻസി ആയിട്ടാണ് SNDP യോഗത്തെ വെച്ചത്. 2% മാത്രമേ SNDP യോഗത്തിൽ ചെലവിലും പ്രോസസിംഗ് മാക്സിമം 2% എടുക്കാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥ വെള്ളാപ്പള്ളി നടേശൻ തന്നെ ഒപ്പിട്ടിട്ടുള്ളതാണ്. ചെക്ക് മേടിച്ചിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ, അത് കൊടുത്തു എന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ. പക്ഷേ ഈ ആദ്യത്തത് കഴിഞ്ഞ് രണ്ടാമതൊക്കെ ഓരോ ഗഡു വാങ്ങുമ്പോഴും 5 കോടി രൂപ വിതരണം ചെയ്തു എന്ന് നൽകി പിന്നോക്ക വികസന കോർപ്പറേഷനിൽ എഴുതി കൊടുക്കുമ്പോൾ 5 കോടി കിട്ടുമ്പോൾ 70 ലക്ഷം വിതരണം ചെയ്യും. ബാക്കി 4,30,00,000 രൂപ സ്വന്തം ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തു മാറ്റി 3% പലിശ കൊടുത്താൽ പോലെ തിരിച്ച് 3% പലിശ അടച്ചാൽ മതി. വലിയൊരു ഇതിന്റെ ഈ പൈസ മൊത്തം ഇല്ലാത്ത യൂണിറ്റുകൾ ഉണ്ടാക്കിയതായി കാണിച്ചുകൊണ്ട് അതിന്റെ പേരിൽ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. വലിയൊരു സാമ്പത്തിക ക്രമക്കേടാണ് ചെയ്തിരിക്കുന്നത്. കാര്യം അമ്മമാർക്കും സഹോദരിമാർക്കും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി സെൻട്രൽ ഗവൺമെന്റ് നൽകുന്ന ഈ 3% പലിശയ്ക്ക് നൽകുന്ന ഈ ഫണ്ട് കൊടുക്കാതെ കൃത്രിമമായി രേഖകൾ കെട്ടിച്ചവച്ച് സ്വന്തം ബിസിനസ്സിലേക്ക് ഉപയോഗിക്കുകയും അത് കൊടുത്തതായി കാണിച്ചുകൊണ്ട് ഓരോ യൂണിറ്റിന്റെ ഭാഗമായി യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് വെള്ളാപ്പള്ളി നടേശൻ സ്വയമായി കൃത്രിമമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേസ്. വ്യാജരേഖയുണ്ടാക്കി പണം സ്വന്തം ബിസിനസ് ആവശ്യത്തിനായി വെള്ളാപ്പള്ളി ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. പുനലൂരിൽ നടന്ന ശ്രീനാരായണ ധർമ്മവേദി പുനലൂർ യൂണിയൻ പ്രവർത്തക സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ബിജു രമേശ് സംസാരിച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തെന്മല ബയോഡക്റ്റിൽ തീവണ്ടി കയറാനായി 3ാം ടണൽ വലുതാക്കുന്നു. നിലവിലെ അലൈൻമെന്റ് പ്രകാരം തീവണ്ടിക്ക് ബയോഡക്റ്റിൽ കയറാൻ പ്രയാസമാകും. ഈ സാഹചര്യത്തിലാണ് 3ാം ടണൽ വലുതാക്കുന്നത്. തെന്മലയിൽ ദേശീയപാതക്കരികിൽ പണിതുകൊണ്ടിരിക്കുന്ന പാലമായ ബയോഡക്റ്റിൽ ഇപ്പോഴത്തെ അലൈൻമെന്റ് പ്രകാരം തീവണ്ടിക്ക് കടക്കാൻ ബുദ്ധിമുട്ടാകും. ഇതൊഴിവാക്കാനാണ് തെന്മല 3ാം ടണൽ വലുതാക്കുന്നത്. അലൈൻമെന്റിൽ മാറ്റം വരുത്തി ദേശീയപാതയുടെ വശത്തേക്ക് ടണൽ തുറക്കാനാണ് റെയിൽവേ തീരുമാനം. ഇതിന്റെ പണികൾ ഉടൻ ആരംഭിക്കുകയും ചെയ്യും. 13 കണ്ണറ പാലം കടന്ന് 3ാം ടണൽ കയറി വരുന്ന തീവണ്ടിക്ക് പുതിയ ബയോഡക്റ്റിലേക്ക് വളഞ്ഞു കയറാൻ കഴിയാതെ വരും. ബയോഡക്റ്റിന്റെ പണികൾ അവസാന ഘട്ടത്തിലാണ്. 1.5 വർഷം മുമ്പാണ് ഈ പാലം പണിയാൻ റെയിൽവേ തീരുമാനമെടുത്തത്. 10 മാസം മുമ്പാണ് പണികൾ തുടങ്ങിയത്. ഇതിനു മുമ്പ് തന്നെ ടണലിന്റെ വീതികൾ കൂട്ടാനുള്ള പണികൾ റെയിൽവേ പൂർത്തിയാക്കിയിരുന്നു. ഇതിനിടെ നടന്ന പരിശോധനയിലാണ് 3ാം തുരങ്കത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ ബയോഡക്റ്റിൽ തീവണ്ടി കയറില്ലെന്ന് വ്യക്തമായത്. പാതയിലെ വലിയ വളവ് ഒഴിവാക്കാനായിരുന്നു ബയോഡക്റ്റ് പണി കഴിപ്പിച്ചത്. എന്നാൽ അത് വന്നതോടെ മറ്റൊരു വളവ് കൂടി ഉണ്ടായി. ഈ വളവ് കൂടി ഒഴിവാക്കാനാണ് തുരങ്കം വീണ്ടും വലുതാക്കുന്നത്. യുദ്ധകാലാടിസ്ഥാനത്തിലാണ് റെയിൽവേ തുരങ്ക നിർമ്മാണം പൂർത്തിയാക്കിയത്. പ്രതീക്ഷിച്ചതിലും 2 മാസം മുമ്പ് തന്നെ തുരങ്കത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ റെയിൽവേക്ക് കഴിഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, തെന്മല. പത്തനാപുരം പട്ടണമധ്യത്തിലെ പഴയ ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ച് പുതിയത് നിർമ്മിക്കാൻ തീരുമാനമായി. എന്നാൽ നിർമ്മാണം അനന്തമായി നീളുമോ എന്ന ആശങ്കയിലാണ് കെട്ടിടത്തിലെ വ്യാപാരികളും തൊഴിലാളികളും. പത്തനാപുരം പട്ടണത്തിൽ പൊതുമാർക്കറ്റിന്റെ ഇരുവശങ്ങളിലായുള്ള കെട്ടിടം പൊളിച്ച് പുതിയത് നിർമ്മിക്കാനാണ് പഞ്ചായത്ത് തീരുമാനം. പഴയ കെട്ടിടം നിർമ്മിച്ചിട്ട് 25 വർഷത്തിലേറെയായി. 4 നിലകളിലുള്ള പുതിയ കെട്ടിടം നിർമ്മിക്കാനാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. 7 കോടി രൂപയാണ് ഇതിനായുള്ള പദ്ധതി വിഹിതം. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ജനുവരിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം. എന്നാൽ ഇതോടെ കെട്ടിടത്തിലെ വ്യാപാരികളും തൊഴിലാളികളും ആശങ്കയിലായിരിക്കുകയാണ്. കെട്ടിട നിർമ്മാണം അനന്തമായി നീളുമോ എന്നതാണ് ഇവരുടെ ആശങ്ക. ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് വർഷത്തിൽ ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്നതെന്നും എന്നാൽ ഈ സമയത്തുള്ള കെട്ടിടത്തിന്റെ പുനർനിർമ്മാണം തങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുമെന്നാണ് വ്യാപാരികളുടെ വാദം. നിലവിൽ 33 കടകളാണ് കെട്ടിടത്തിലുള്ളത്. ഇവിടങ്ങളിലായി 100ഓളം തൊഴിലാളികളും ജോലി ചെയ്യുന്നു. കെട്ടിടം പൊളിക്കുന്നതോടെ തങ്ങളുടെ കുടുംബം പട്ടിണിയിലാകുമെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ഈ ജനുവരിയിൽ ബിൽഡിംഗ് പൊളിക്കാന്നുള്ളൊരു പഞ്ചായത്തിന്റെ ഒരു നടപടിയുണ്ട്. അത് ഞങ്ങൾക്ക് ഈ മാർച്ച് അവസാനം വരെയെങ്കിലും കിട്ടിയാൽ കൊള്ളാം. കാരണം എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ ഈ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ ഒരുപാട് പേരുണ്ട്. ഏതാണ്ടൊരു 33 കടകൾ ഉള്ള ഈ സ്ഥാപനത്തിൽ 150 തൊഴിലാളികൾക്ക് മേളിലുണ്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ മാത്രം. അപ്പോൾ ഇവരെ ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ കൂടെ നിൽക്കുന്നവർ ഈ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെയും
തൊഴിൽ നഷ്ടപ്പെടുകയാണ്. നിലവിൽ ഈ കെട്ടിടത്തിൽ കച്ചവടം നടത്തുന്ന വ്യാപാരികൾക്ക് താൽക്കാലിക സംവിധാനം ഒരുക്കാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. 4 നിലകളിലായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ഇരുവശങ്ങളിലും കടമുറികളും 2ാം നിലയിൽ ഓഫീസ് സംവിധാനങ്ങളും 3ാം നിലയിൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ തിയേറ്ററും ഭക്ഷണശാലയുമാണ് രൂപരേഖയിലുള്ളത്. ഏറ്റവും അടിയിൽ പാർക്കിങ്ങിനായി പ്രത്യേക സ്ഥലവും ഏർപ്പെടുത്തുന്നുണ്ട്. കല്ലുംകടവിൽ നിലവിൽ പ്രവർത്തിക്കുന്ന ട്രഷറി, ടൗണിലെ ലൈബ്രറി എന്നിവയും കെട്ടിടത്തിലേക്ക് മാറ്റും. പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ 66ഓളം കടമുറികൾ ഉണ്ടാകും. പ്രധാന പാതയിൽ നിന്നും 5 മീറ്റർ അകത്തേക്ക് മാറിയാകും പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം. കെട്ടിടത്തിന് മുന്നിലുള്ള സ്വകാര്യ ബസ് പാർക്കിംഗ് ടൗൺ പള്ളിക്ക് സമീപത്തേക്ക് മാറ്റാനും ധാരണയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് മാർക്കറ്റിൽ വ്യാപാരികൾ വർദ്ധിച്ചപ്പോഴാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. എന്നാൽ കാലപ്പഴക്കം കാരണം കെട്ടിടം ഇപ്പോൾ തകർച്ചയിലാണ്. നിരവധി ആളുകൾ ദിനംപ്രതി വന്നുപോകുന്ന ഈ കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥ മാറ്റണമെന്ന ആവശ്യം നേരത്തെ ഉയർന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചിതറ കിഴക്കും ഭാഗം മാർക്കറ്റിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരമാകുന്നു. മാർക്കറ്റിലെ കെട്ടിട നവീകരണത്തിനും മാലിന്യ സംസ്കരണ പ്ലാന്റിനുള്ള പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചു. ചിതറ ഗ്രാമപഞ്ചായത്തിലെ കിഴക്കൻ ഭാഗം മാർക്കറ്റിന്റെ ശോച്യാവസ്ഥയ്ക്കാണ് പരിഹാരമാകുന്നത്. മാർക്കറ്റിലെ കെട്ടിടങ്ങൾ നവീകരിക്കുന്നതിനും മാലിന്യ സംസ്കരണ പ്ലാന്റിനും ബയോഗ്യാസ് പ്ലാന്റിനും അടക്കമുള്ള പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചു. മാർക്കറ്റിന്റെ കെട്ടിട നവീകരണത്തിനായി 7 ലക്ഷം രൂപയും ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കുന്നതിനായി 5 ലക്ഷം രൂപയ്ക്കുമുള്ള പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. മാർക്കറ്റിനുള്ളിലെ കെട്ടിടം KSEBക്കായി പഞ്ചായത്ത് നൽകിയിരുന്നു. എന്നാൽ മാർക്കറ്റിനുള്ളിൽ KSEBയുടെ സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനാൽ ഇതും മാർക്കറ്റിന്റെ നവീകരണത്തിന് വിഘാതമായി. ഇത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അത്യാധുനിക സൗകര്യങ്ങൾ മാർക്കറ്റിൽ ഒരുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിത കൈലാസ് പറഞ്ഞു. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കിഴക്കും ഭാഗം മാർക്കറ്റിന്റെ നവീകരണം ഏറ്റെടുത്തിട്ടുണ്ട്. അതിന്റെ ശോച്യാവസ്ഥ വളരെ നേരത്തെ തന്നെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അതിനു വേണ്ടിയിട്ട് ചന്ത നവീകരണത്തിനും ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കുന്നതിനും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. മാർക്കറ്റിന്റെ നവീകരണത്തോടൊപ്പം തന്നെ ശോച്യാവസ്ഥയിലുള്ള ഈ ടോയ്ലറ്റിന്റെ നവീകരണവും പൂർത്തിയാകും. നിലവിലുള്ള ഈ ടോയ്ലറ്റ് നവീകരിക്കുന്നതിനും നമ്മൾ പദ്ധതിയിൽ ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചിതറ. സ്വർണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങും. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് പെൽ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പെൽ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. കഴിഞ്ഞ 32 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ദേവി ഇലക്ട്രിക്കൽ ഏജൻസീസിന്റെ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് ഡിവിഷന്റെ നവീകരിച്ച ഷോറൂം. 25,000 സ്ക്വയർ ഫീറ്റിൽ വിസ്തൃതമായ ടൈൽസ്, ഗ്രാനൈറ്റ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് ഐറ്റംസ് എന്നിവയുടെ ഡിസ്പ്ലേ. ദേവി ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, പെട്രോൾ പമ്പിന് എതിർവശം, MC റോഡ്, ഏനാട്. വിളക്കുടി ഭാവകല നൃത്ത വിദ്യാലയത്തിൽ വിജയദശമി ദിനത്തിൽ ചിലങ്ക കിട്ടിയത് നിരവധി വിദ്യാർത്ഥികൾ. പ്രമുഖ നർത്തകി ലക്ഷ്മി ഹരിലാലിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ നൃത്തപഠനം നടത്തിവരുന്നത്. പ്രമുഖ സംഗീത നൃത്ത വിദ്യാലയമായ വിളക്കുടി ഭാവകല സ്കൂൾ ഓഫ് ഡാൻസ് അക്കാദമിയിൽ വിദ്യാരംഭത്തിന്റെ ഭാഗമായി സരസ്വതി വന്ദനവും ചിലങ്ക പൂജയും നടന്നു. നാട്യകലാ പഠനം തേടിയെത്തിയ വിദ്യാർത്ഥികളെ പ്രശസ്ത നാട്യാചാര്യനായ കലാക്ഷേത്രം വിജയസേനന്റെയും വാസന്തി സേനന്റെയും ഭാവകല ഡയറക്ടർ ലക്ഷ്മി ഹരിലാലിന്റെയും നേതൃത്വത്തിൽ ചിലങ്ക ചാർത്തി നൃത്തലോകത്തേക്ക് കൈപിടിച്ചു. വിജയദശമി ദിനത്തോടനുബന്ധിച്ച് കലയുടെ ലോകത്തേക്ക് പ്രവേശിക്കുന്നതിനായി 3 വയസ്സുള്ള കുട്ടികൾ മുതൽ ചിലങ്ക ചാർത്താനായി ഭാവകലയിൽ എത്തിയിരുന്നു. സരസ്വതി വന്ദനത്തോടെയാണ് വിദ്യാരംഭത്തിൽ കൊച്ചുകൂട്ടുകാർ
ചിലങ്കയണിഞ്ഞ് നൃത്തപഠനത്തിന് തുടക്കം കുറിച്ചത്. പ്രദേശത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി വിദ്യാർത്ഥികൾ വിജയദശമിയിൽ പ്രമുഖ സംഗീത നൃത്ത വിദ്യാലയമായ ഭാവകലയിൽ ശാസ്ത്രീയ നൃത്ത പഠനത്തിനായി എത്തിയിരുന്നു. കലയുടെ ലോകത്തേക്ക് പ്രവേശിക്കുന്ന കുട്ടിക്കൂട്ടങ്ങൾക്ക് കൂട്ടായി നിരവധി മാതാപിതാക്കളും ഭാവകലയിൽ എത്തിയിരുന്നു. നാട്യശ്രീ പുരസ്കാര ജേതാവും നാട്യ ഗവേഷകയുമായ പ്രമുഖ നർത്തകി ലക്ഷ്മി ഹരിലാലിന്റെ നേതൃത്വത്തിലാണ് ഭാവകലയിൽ ശാസ്ത്രീയ നൃത്ത പഠനവും പരിശീലനവും നടന്നുവരുന്നത്. ആരാധനാലയങ്ങൾക്കൊപ്പം കലാക്ഷേത്രങ്ങളും ഭക്ത്യാദരപൂർവ്വം വിദ്യാരംഭത്തെ വരവേറ്റു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കൃഷി അന്യമാകുന്ന ആധുനിക ജീവിത സാഹചര്യത്തിൽ സമരഭൂമിയിലും കൃഷി ചെയ്ത് മാതൃകയാവുകയാണ് ആദിവാസി ദളിത് മുന്നേറ്റ സമിതി. കുളത്തൂപ്പുഴ അരിപ്പയിലെ സമരഭൂമിയിലാണ് സമരക്കാർ 100 മേനി വിളവ് കൊയ്തത്. ആദിവാസികൾക്ക് കൃഷിക്ക് അനുയോജ്യമായ ഭൂമി നൽകണം എന്ന ആവശ്യവുമായി കുളത്തൂപ്പുഴ അരിപ്പയിൽ ആദിവാസി ദളിത് മുന്നേറ്റ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരഭൂമിയിലാണ് 100 മേനി വിളവ് കൊയ്ത് സമരക്കാർ മാതൃകയാകുന്നത്. 1300ഓളം കുടുംബങ്ങളിലായി 4000ഓളം ആളുകളാണ് ഇവിടെ കുടിൽകെട്ടി സമരം നടത്തിവരുന്നത്. 1382 ദിവസം സമരം പിന്നിട്ടെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. എങ്കിലും തോറ്റു പിന്മാറാൻ സമരക്കാരും തയ്യാറല്ല. തങ്ങൾ സമരം നടത്തുന്ന സമരഭൂമിയിൽ നെല്ല്, മരച്ചീനി, പച്ചക്കറികൾ എന്നിവ ഇവർ തന്നെ കൃഷി ചെയ്യുന്നു. തികച്ചും ജൈവ രീതിയിൽ തന്നെയാണ് കൃഷി. വിളകൾ കൂടുതലായും സമരക്കാർ തന്നെ ഉപയോഗിക്കുകയാണ് പതിവ്. ഓണം, വിഷു തുടങ്ങിയ വിശേഷ അവസരങ്ങളിൽ കുളത്തൂപ്പുഴയിൽ ജൈവ പച്ചക്കറി വിപണന മേളയും ഇവർ നടത്തിവരുന്നു. കന്നുകാലി വളർത്തൽ ഉൾപ്പെടെ ആരംഭിക്കാനും നിലവിലെ കൃഷി കൂടുതൽ വിപുലമാക്കാനും സമരക്കാർ ആലോചിക്കുന്നുണ്ട്. കൊല്ലം TKM ഗ്രൂപ്പിന്റെ അധീനതയിലുള്ള 55 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ആദിവാസി ദളിത് മുന്നേറ്റ സമിതിയുടെ നേതൃത്വത്തിൽ കുടിൽകെട്ടി സമരം നടത്തിവരുന്നത്. ഏത് പ്രതികൂല സാഹചര്യത്തെ നേരിട്ടും തങ്ങളുടെ ആവശ്യം നേടിയെടുക്കും വരെ സമരം തുടരാനാണ് സമരക്കാരുടെ തീരുമാനം. ഇവിടെ മന്ത്രിമാര് കഴിഞ്ഞ വർഷം ഞാറ്റുവേല നടന്നപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്ന അച്യുതാനന്ദൻ ഇവിടെ വരികയും ഇവിടുത്തെ ആദിവാസിക്കും ദളിതിനും ജീവിക്കാൻ ആവശ്യമായ ഭൂമി 1 ഏക്കറല്ല 5 ഏക്കറാണെന്ന് ഉറപ്പുവരുത്തുകയും പോയതാണ്. അതിനുശേഷം ഇപ്പോൾ അവർ അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങളെ തിരിഞ്ഞുപോലും നോക്കുന്നില്ല. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് പത്തനാപുരം യൂണിയന്റെ നേതൃത്വത്തിൽ ഓണാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. ആഘോഷ പരിപാടി കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ജി ആനന്ദക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിന്റെ ഭാഗമായി സ്വീകരണ ഘോഷയാത്രയും നടന്നു. മഞ്ചളൂർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച സ്വീകരണ ഘോഷയാത്ര സമ്മേളന വേദിയായ മഞ്ചളൂർ വൈസ്മെൻസ് ഹാളിൽ സമാപിച്ചു. ആഘോഷ പരിപാടി കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ബ്രിഗേഡിയർ ജി ഓമനക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ഈ നോൺ CSD കൗണ്ടർ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫ്രിഡ്ജോ, ഒരു TVയോ, ഒരു വാഷിംഗ് മെഷീനോ എന്ത് വാങ്ങിച്ചാലും അതിന്റെ കേരളത്തിലെ നികുതിയുടെ പകുതി കൊടുത്താൽ മതിയായിരുന്നു. 2013 മെയ് വരെ. ഈ കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് നമ്മുടെ ആരാധനായ 10 പ്രാവശ്യം ബഡ്ജറ്റ് അവതരിപ്പിച്ച ശ്രീ KM മാണി അവർ ഒരു സുപ്രഭാതത്തിൽ അത് ഇല്ലാതാക്കി. ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്. അതിന്റെ താല്പര്യം ഉണ്ടായിരുന്നതിൽ നന്ദുലത്ത് ജി മാർട്ട് അതുപോലുള്ള ഉന്നതന്മാരായ വ്യാപാര ശൃംഖലകൾ അവർക്ക് നമ്മുടെ കന്യയിൽ നിന്ന് വാങ്ങിയ സാധനം വാങ്ങിച്ചാൽ അവരുടെ സാധനങ്ങളുടെ വിൽപ്പനയ്ക്ക് ഒരൽപ്പം മന്തിയിൽ വെച്ചു. കാരണം അതാണ് മനസ്സിലാക്കി കഴിഞ്ഞത്. നമ്മുടെ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് അവസാനത്തെ 2 വർഷം ഒരുപാട് സമരം ചെയ്തു. പക്ഷെ യാതൊരു ഫലവും കണ്ടല്ല. എല്ലാവരും പോയി കണ്ടു. ഞാൻ തന്നെ മുഖ്യമന്ത്രിയെ പോയി കണ്ടു, ഫിനാൻസ് മിനിസ്റ്ററെ പോയി കണ്ടു, ഉള്ള മന്ത്രിമാരെ എല്ലാം കണ്ടു. പക്ഷെ യാതൊരു ഫലവുമില്ലാതെ അവർ പോയി ചെയ്തു. അതാണ് കന്റിന്റെ കാര്യം. യൂണിറ്റ് പ്രസിഡന്റ് മോഹനൻ പിള്ള അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ജി ഗോപിനാഥൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് RG പിള്ള മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് കുഞ്ഞപ്പൻ ബേബി,
ട്രഷറർ കമലാസനൻ, മറ്റു ഭാരവാഹികളായ സതീഷ് ചന്ദ്രൻ, സോമശേഖരപിള്ള, ലീലാമ്മ, ജോയിക്കുട്ടി, ചെല്ലപ്പൻ നായർ, ഗോപാലൻ നായർ, തുളസീധരൻ ഉണ്ണിത്താൻ, ശ്രീധരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. നിലമ്പൂർ തേക്കിൽ തീർത്ത അലമാരകൾക്കായി പ്രത്യേക ഷോറൂം ഒരുക്കിയിരിക്കുന്നു. തേക്കിൽ നിർമ്മിച്ച സെറ്റ്, ദിവാൻ കോട്ട്, സ്റ്റീൽ അലമാര, കട്ടിൽ, TV സ്റ്റാൻഡ്, കിച്ചൺ സ്റ്റാൻഡ്, സാരി സ്റ്റാൻഡ്, ടീപ്പോ, 2 കസേരകൾ, 2 തലയിണകൾ എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ഇപ്പോൾ വെറും 40,000 രൂപയ്ക്ക്. ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. JS ഫാഷൻ ജുവല്ലേഴ്സ്, SBT ബാങ്കിന് സമീപം, അഞ്ചൽ. 916 വിലയ്ക്ക് BS ഹോൾമാർക്ക് സ്വർണ്ണം ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം JS ഫാഷൻ ജുവല്ലേഴ്സ്, അഞ്ചൽ. ഫോൺ 9847999874. ഞങ്ങളുടെ സഹോദര സ്ഥാപനം JS വെഡിംഗ് പാലസ്, അഞ്ചൽ. ഒറിജിനൽ പട്ടുസാരികൾ, കേരള സാരികൾ, ലാച്ചുകൾ, ചുരിദാറുകൾ, മേൽത്തരം കമ്പനികളുടെ ഷർട്ടുകൾ, മുണ്ടുകൾ, കിഡ്സ് വെയർ, എല്ലാത്തരം വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. JS വെഡിംഗ് പാലസ്, അഞ്ചൽ. അഞ്ചൽ അഗസ്ത്യക്കോട് ശ്രീകൃഷ്ണവിലാസം ഗ്രന്ഥശാല A ഗ്രേഡ് തിളക്കത്തിൽ. മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഗ്രന്ഥശാലയിൽ നടന്നുവരുന്നത്. വിവിധ കാരണങ്ങളാൽ 5 വർഷക്കാലത്തോളം ശ്രീകൃഷ്ണവിലാസം ഗ്രന്ഥശാല പ്രവർത്തനമില്ലാതെ അടഞ്ഞുകിടക്കുകയായിരുന്നു. 10,000-ലധികം പുസ്തകങ്ങൾ ഉണ്ടായിരുന്ന ഈ ഗ്രന്ഥശാലയിൽ കയ്യെഴുത്തു മാസികകളും നിരവധി അമൂല്യ ഗ്രന്ഥങ്ങളും ചിതലെടുത്ത് നശിച്ചു പോവുകയും D ഗ്രേഡിലേക്ക് തരം താഴ്ത്തപ്പെടുകയും ചെയ്തു. എന്നാൽ ശൈവ വൈഷ്ണവ സംഘം എന്ന യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നടന്ന നിരവധി പ്രതിഷേധങ്ങളുടെയും സമരങ്ങളുടെയും ഫലമായി ഗ്രന്ഥശാലയെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി നിലവിൽ വരികയും തുടർന്ന് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രദ്ധേയമായ നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഭരണസമിതിക്ക് സാധിച്ചു. ഗ്രന്ഥശാല സംഘത്തിന്റെ 70ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന പുസ്തക ശേഖരണത്തിലും അംഗത്വം ചേർക്കലിലും ഉയർന്ന പ്രവർത്തനം കാഴ്ചവെച്ചതിന്റെ ഫലമായി പുനലൂർ താലൂക്കിലെ മികച്ച പ്രവർത്തനത്തിനുള്ള ഗ്രന്ഥശാലയുടെ ക്യാഷ് അവാർഡും ശ്രീകൃഷ്ണവിലാസം ഗ്രന്ഥശാല കരസ്ഥമാക്കി. നിരവധി മെഡിക്കൽ ക്യാമ്പുകൾ, കുട്ടികൾക്കായി കൌൺസിലിംഗ് ക്ലാസുകൾ, സൗജന്യ ഗ്രാമർ ക്ലാസുകൾ, ചികിത്സാ ധനസഹായ വിതരണം, ശുചീകരണ പ്രവർത്തനങ്ങൾ, വായനാ മത്സരങ്ങൾ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഗ്രന്ഥശാലയ്ക്ക് സാധിച്ചു. യുവജനങ്ങളുടെ കാര്യശേഷിയും നാട്ടുകാരുടെ സഹകരണവും അധികാരികളുടെ പ്രോത്സാഹനവും ഒത്തുചേർന്നപ്പോൾ A ഗ്രേഡ് എന്ന ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ ഗ്രന്ഥശാലയ്ക്ക് എളുപ്പമായി. ഇനി സൗജന്യ PSC കോച്ചിംഗ് ക്ലാസ് എന്ന ലക്ഷ്യത്തിലേക്കാണ് ഗ്രന്ഥശാല മുന്നേറുന്നത്. ഇതിനായി ഗ്രന്ഥശാലയുടെ മുകൾ ഭാഗം റൂഫ് ചെയ്യുന്നതിനായി പഞ്ചായത്ത് അധികാരികളെ സമീപിച്ചിരിക്കുകയാണ് ഗ്രന്ഥശാല ഭരണസമിതി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കുളത്തൂപ്പുഴ മടത്തറ റോഡരികിൽ വനത്തോട് ചേർന്ന പ്രദേശത്ത് മാലിന്യ നിക്ഷേപം വ്യാപകമാകുന്നു. മാലിന്യ നിക്ഷേപം പെരുകുന്നതോടെ പ്രദേശത്ത് വന്യമൃഗശല്യവും തെരുവുനായ ശല്യവും രൂക്ഷമാകുന്നതായി പരാതി ഉയരുന്നുണ്ട്. കുളത്തൂപ്പുഴ മടത്തറ റോഡിൽ വനത്തോട് ചേർന്ന പ്രദേശമായ 30 അടി പാലത്തിന് സമീപമാണ് റോഡരികിൽ മാലിന്യ നിക്ഷേപം രൂക്ഷമാകുന്നത്.
വനമേഖലയായതിനാൽ കാര്യമായ പരിശോധനകൾ നടക്കുന്നില്ല എന്നുള്ളത് മാലിന്യ നിക്ഷേപകർക്ക് കൂടുതൽ സൗകര്യമാകുന്നു. രാത്രികാലങ്ങളിലാണ് കൂടുതലായും പ്രദേശത്ത് മാലിന്യ നിക്ഷേപം നടന്നുവരുന്നത്. ഇറച്ചിക്കടകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ കൊണ്ട് തള്ളുന്നുണ്ട്. പ്രദേശത്ത് ദുർഗന്ധം വമിക്കുകയാണ്. മാലിന്യ നിക്ഷേപം പെരുകുന്നതോടെ പന്നി, കുരങ്ങ് എന്നീ വന്യമൃഗങ്ങളുടെ ശല്യവും തെരുവുനായ ശല്യവും രൂക്ഷമാകുന്നതായും ആളുകൾ പരാതി പറയുന്നു. മാത്രമല്ല പ്രദേശത്ത് പകർച്ചവ്യാധികളും വ്യാപിക്കുന്നുണ്ടത്രേ. പ്രദേശങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും സമീപത്തായി CCTVകൾ സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ആന വരെ വരുന്നുണ്ട്. ഇപ്പം ഇത് രാത്രികാലങ്ങളിൽ പന്നിയൊക്കെ വണ്ടിക്കെടുത്ത് കുറുക്കിയാടുക, പട്ടികളെടുത്ത് ചാടുക, ആന വരുന്നുണ്ട്, കുരങ്ങ് വരുന്നുണ്ട്. മാത്രമല്ല വാട കാരണം ഇവിടെയുള്ള ജനങ്ങൾക്ക് താമസിക്കാൻ വയ്യ. അത്രയ്ക്കുള്ള ബുദ്ധിമുട്ടുണ്ട് ഇവിടെ. ഈച്ച ശല്യം. ഇനിയിപ്പോൾ മഴക്കാലം കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ ഈച്ച കാരണം യാതൊരു നിവൃത്തിയില്ല. ആഹാരം വിളമ്പി വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റത്തില്ല. ഇതിനെന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നുകിലും ഒരു ഒളിക്യാമറ ഇവിടെ കൊണ്ടുവെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആളിനെ കണ്ടുപിടിക്കുക. ഇത് രാത്രികാലങ്ങൾ 10 മണി, 12 മണി, 1 മണി, 2 മണി സമയത്ത് വരിക, വണ്ടികളിൽ കൊണ്ടുവരിക, തള്ളുക, അങ്ങ് പോവുക. ഇതിനെ നോക്കാനോ കാണാൻ ആരുമില്ല. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. സ്വർണ്ണവെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെള്ളാപ്പള്ളിക്കെതിരെ ആഞ്ഞടിച്ച് ബിജു രമേശ്. സമുദായത്തെ കാർന്നു തിന്നുന്ന വൈറസാണ് വെള്ളാപ്പള്ളി എന്നും ബിജു രമേശ്. പത്തനാപുരം പട്ടണത്തിലെ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു പണിയുന്നു. ആശങ്കയോടെ വ്യാപാരികളും തൊഴിലാളികളും. ചിതറ പഞ്ചായത്ത് കിഴക്കും ഭാഗം മാർക്കറ്റിന് ശാപമോക്ഷമാകുന്നു. മാർക്കറ്റ് നവീകരണ പദ്ധതിക്ക് അംഗീകാരം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.